ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് അല്ല, ശരിക്കും പറഞ്ഞാൽ നൈറ്റ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. കാരണം ഞാനൊരു വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പം ഇന്ന് നേരത്തെ തന്നെ നല്ല ഇടിയും മഴയും കാറ്റൊക്കെ വരുന്ന ഒരു ലക്ഷണമുണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ തന്നെ പോയി കുളിച്ചിട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിവാളൊക്കെ മിന്നാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇടിവാളൊക്കെ ഭയങ്കര പേടിയാണ്. മഴ പിന്നെ നമുക്ക് സഹിക്കാമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ഞാൻ നേരത്തെ കുളിച്ച് വന്നിട്ട് ധോനി ബേബിക്ക് ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവളെ മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇനി അവൾക്ക് കഴിക്കാൻ കൊടുക്കണം. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നൈറ്റിന് ഏട്ടൻ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവോള തക്കാളി അങ്ങനെ ഓരോന്നോരോന്ന് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സവോളയൊക്കെ ഞാൻ എന്തായാലും നുറുക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഒന്ന് പേസ്റ്റ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ധോനി ബേബിക്ക് കുറുക്കുണ്ടാക്കി അത് കഴിക്കാൻ കൊടുത്തു. അവളെ പിന്നെ ഒന്ന് കളിക്കാൻ വിട്ടു. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം അവൾ കളിച്ചോളും. വിശപ്പൊക്കെ മാറിയോണ്ടെന്ന് കുറച്ച് നേരത്തെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇനി അവർ അച്ഛമ്മമാരുടെ കൂടെ കളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നത് അധികം വൈകിട്ട് ഒരു 5:30-6 മണിയൊക്കെ ആവുന്ന ടൈമിൽ തന്നെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഞാനത് കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലകളൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എന്തായാലും ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അതെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുറുക്ക് കൊടുത്ത് ധോനി ബേബിക്ക് അവളെ ഒരു ഭാഗത്തൊക്കെ നിർത്തിയിട്ടാണ് ബാക്കിയുള്ള നമ്മുടെ പാചക കസർത്ത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ സവോള എല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പുറത്തടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. പുറത്തടുപ്പിൽ വെക്കുമ്പോൾ പിന്നെ ഒരു പ്രത്യേകത കേട്ടോ, അതിൻ്റെ വായുവട്ടം കുറച്ച് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇളക്കാനൊന്നും പറ്റില്ല. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തീയ ആളി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമ്മളൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തീ പിടിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് അധികം കത്തും ചെയ്യും. ഇല്ലേന്ന് വിചാരിച്ചാൽ തീയും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇനി കരിഞ്ഞു പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് സവാളയൊക്കെ ഒരുവിധം നല്ല വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് ഇങ്ങനെ വായുവട്ടത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയ ചൂട് അടിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി തക്കാളി ഒന്ന് റെഡിയാക്കട്ടെ. തക്കാളി നുറുക്കിയിട്ടുണ്ടായിരുന്നില്ല, തക്കാളി ആവശ്യത്തിനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളി നുറുക്കിയിട്ട് ഇനിയിപ്പോൾ അതിൽ ഇടും കൂടിയും വേണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് ഇട്ടു. അതേപോലെ ലൈവ് കണ്ടിട്ട് ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകൾ നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ആളുകൾ തന്നെ ഒരുപാട് പേര് നമ്മൾ മെസ്സേജ് ഒന്നും ഇപ്പോൾ കാണാറില്ല കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. ചിലർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയി കുറച്ച് ഗ്യാപ്പ് വന്നു വീഡിയോസൊക്കെ പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. ചിലർ പറയുന്നു അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പുതിയ ആളുകളും തന്നെ നമ്മുടെ ഒരുപാട് ചാനലിലേക്ക് നമുക്ക് ഒരുപാട് പുതിയ ഫ്രണ്ട്സുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണേ. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലേ നമുക്ക് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുള്ളൂ. അതേപോലെ തന്നെ കാണാനും പറ്റുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ലൈവ് വന്നപ്പോൾ അവർക്ക് എന്താണെന്നറിയില്ല, അവർ ഇത് ചെയ്യുന്ന സമയത്താണെന്നറിയില്ല അവർക്ക് അത് കിട്ടിയിട്ട് അവർ ചോദിച്ചു കുറേ ആയില്ല അപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ല എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് കാണാറില്ല ചോദിച്ചപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കണം കേട്ടോ. നമ്മൾ ഈ കിച്ചണിൽ കിടന്നിട്ട് നമ്മൾ ഈ കരിയിലും പുകയിലൊക്കെ കിടന്ന് തിരിയണ വീഡിയോസ് തന്നെ കേട്ടോ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഡെയിലി ഉള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഓരോരുത്തരാണ് ഇപ്പോൾ എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങളുടെ സ്നേഹത്തോടുള്ളൊരു വാക്കോ അല്ലെങ്കിൽ ഒരു മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം കേട്ടോ. പിന്നെ ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ ലൈവിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ് വന്നു. അവരൊക്കെ നല്ല സപ്പോർട്ടിങ് കേട്ടോ. നമ്മുടെ ചേട്ടന്മാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അതുപോലെ അനിയത്തിമാരാണെങ്കിലും അങ്ങനെ ഒരുപാട് നമുക്ക് അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സുകൾ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെയാണ്, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആളുകൾ തന്നെ കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ സ്നേഹമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇന്ന് അതാ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞാറ്റയുടെ. അതാ TV-യിൽ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവളൊരു സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പാട്ടൊക്കെ കേട്ടപ്പോൾ തന്നെ ആൾ നല്ല ഫോമിലാണ് കേട്ടോ. നല്ല ഡിസ്കോ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റെപ്പാട്ടോ.
അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടെ കമൻറ്റും കൂടി അയക്കണം കേട്ടോ ധ്വനി ബേബിക്ക്. അപ്പോൾ ആള് നല്ല ഡാൻസും പ്രോഗ്രാമൊക്കെ ആയിട്ട് അച്ഛമ്മമാരുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോഴും നമ്മൾ ചിക്കനൊക്കെ ആയിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേന് രാജേഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജേഷേട്ടൻ പണി മാറ്റി വന്നിട്ട് ചിക്കനൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ തിരിച്ചു പോവും ചെയ്യും. അപ്പം തന്നെ പോവും ചെയ്തു കേട്ടോ. ഇന്ന് പണി ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഓട്ടം പോയി വണ്ടിയും കൊണ്ട് പോയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നമ്മളിത് ചിക്കനിലേക്കുള്ള മല്ലിച്ചപ്പൊക്കെ അരിയാണ് കേട്ടോ. അതാ പിന്നെ നമ്മുടെ സുന്ദരിക്കോത അതാട്ടോ, കിങ്ങിണിയാണ്, നമ്മുടെ വീട്ടിലെ കിങ്ങിണി പൂച്ചയാണ് കേട്ടോ. ആളിപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. 2 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ കണ്ണു മുഴിച്ചു. 28 കഴിഞ്ഞു കേട്ടോ. വിഷുവിനൊക്കെ കുറച്ച് മുന്നേ ആയിരുന്നു കേട്ടോ പ്രസവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ കണ്ണു മുഴിച്ചു ചെറുതായിട്ട് ഇങ്ങനെ പിച്ച വെച്ചൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. വെളിയിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വെളിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ അതിഥികളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതാ അന്ന് രാജേഷേട്ടനാട്ടോ പുറത്തു പോയി വന്നതിന് ശേഷം ഏട്ടനാണ് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ അയ്യോ എനിക്ക് വയ്യൊക്കെ കിടക്കണം, ക്ഷീണമാണ്, ഇതാണെന്നൊക്കെ പറയട്ടോ. ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് വീഡിയോ ഒക്കെ പിടിച്ചു തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ശരി ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതാ മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞൊരു റെഡിയാക്കി, പിന്നെ മസാലകളൊക്കെ ഇട്ട് റെഡിയാക്കി ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പം ഇന്ന് കുറച്ചധികം ഒരുപാടൊന്നും എണ്ണയൊന്നും ഒഴിച്ചില്ല കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാട്ടോ അന്ന് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ അതിൽ ആഡ് ചെയ്തു. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തിളച്ച് വന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും ഇത് ആയിട്ടൊക്കെ ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടിക്ക് കഴിക്കലൊക്കെ കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 7-7:30 സമയമായിരിക്കണം. പിന്നെ ഇതെല്ലാം റെഡിയാക്കി വഴറ്റി വന്നപ്പോഴത്തേനും കുറച്ച് സമയമായി. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. 3 അമ്മമാരും പിന്നെ അതേപോലെ തന്നെ ഞാനും രാജേഷേട്ടനും മോളും മാത്രമേ ഉള്ളൂ. രാജേഷേട്ടൻ്റെ ജ്യേഷ്ഠനില്ല, അവർ ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ TV ഒക്കെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതെന്തായാലും ആയിട്ടൊക്കെ ഞങ്ങളെ കഴിച്ചിട്ടോ, അല്ലെങ്കിൽ അവരൊക്കെ നേരത്തെ കഴിച്ച് കിടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. 8 മണി 8:30 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും രാജേഷേട്ടൻ്റെ അമ്മ ഭക്ഷണം കഴിക്കട്ടോ. അവർക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ അമ്മയ്ക്ക്. അപ്പോൾ അമ്മയൊക്കെ നേരത്തെ കഴിക്കണതാണ്. എന്നാലും വേണ്ടില്ല, ഇനി കുറച്ച് സമയം കൂടി അല്ലേ നായി കിട്ടല്ലേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രേവിയിലൊന്നും വെച്ചില്ല കേട്ടോ. ഒന്ന് കുറച്ച് എന്താ പറയുക ടൈറ്റായിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കില്ലേ, മുട്ട റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കിട്ടോ. അപ്പം അങ്ങനെ ചിക്കനൊക്കെ ആയി. ധ്വനി ബേബി അച്ഛനും ഇതാ നല്ല പോളിങ്ങിലാണ് കേട്ടോ. ഞാനിതാ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുള്ളൂ. ഈ കഴിക്കാൻ തുടങ്ങണം. അമ്മയും എല്ലാവരും കഴിച്ചു കേട്ടോ. അമ്മായി കഴിച്ചു. അമ്മായി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇതാ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കേട്ടോ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഞാനിതാ മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ ഏട്ടന് പണിയുണ്ട്. അപ്പോൾ നേരത്തെ എണീക്കണം, 4 മണിക്ക് എണീക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കും അതേപോലെ കാസറോള് ചായയും കടിയൊക്കെ കൊണ്ടുപോകേണ്ടതല്ലേ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വൃത്തിയാക്കിയിട്ടൊക്കെ കഴുകി എല്ലാം മേശപ്പുറത്ത് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ പിന്നെ അതും തപ്പിത്തെറിഞ്ഞുകൊണ്ട് രാവിലെ ഒരു തിരക്കായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടിങ് പ്രതീക്ഷിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.